എന്തൊക്കെ അറിയാമ്മ? ഹാപ്പി റിപ്പബ്ലിക് ഡേ ദീപു. അപ്പൊ റിപ്പബ്ലിക് ഡേ പറഞ്ഞൂടെ? ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഹാപ്പി റിപ്പബ്ലിക് ഡേ. അടി പിടിച്ചു അല്ലേ? ഇല്ലേ? ഇന്നിപ്പോൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ ഒരു ലഞ്ച് കഴിക്കാൻ പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മളവിടെ നാട്ടികയിൽ ഒരു നാടൻ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നാളായി വിചാരിക്കണു ഈ റെസ്റ്റോറൻറ്റിൽ പോയിട്ട്. ഞങ്ങൾ ഫുഡ് 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്, പക്ഷേ വീഡിയോ ചെയ്യണമെന്ന് കുറച്ചാളായി വിചാരിക്കണം. ഈ ഒരു സ്പോട്ട് വരുന്നത് നാട്ടിക SM കോളേജ് കഴിഞ്ഞ് അവിടെ നിന്ന് കിഴക്കോട്ട് പോകുമ്പോൾ ഒരു തൂക്കുപാലമുണ്ട്. ആ തൂക്കുപാലത്തിൻ്റെ താഴെയായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. ഭയങ്കര ഒരു സമാധാനമാണ് അവിടെ പോയിരുന്ന് ഊണ് കഴിക്കുമ്പോൾ. എന്ന് വെച്ചാൽ പ്രകൃതിയുടെ ഒരു മടിത്തട്ടിലിരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമല്ലോ. അതായത് ചങ്ങാടത്തിലാണ് ഒരു റെസ്റ്റോറൻറ്റ് പ്രധാനമായിട്ട് ടേബിളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ചങ്ങാടത്തിലിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ആ ഒരു കിളികളുടെ ശബ്ദവും പിന്നെ എന്താ പറയുക അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ഊണിരുന്ന് കഴിക്കുമ്പോൾ ഒരു ഭയങ്കര ഫീലാണ്. പിന്നെ അവിടുത്തെ ഊണും കൊള്ളാം. ഈ പറഞ്ഞ പോലെ മീനും എന്താ പറയുക വളരെ സിമ്പിളായിട്ടുള്ള നാടൻ കറികളും അതിങ്ങനെ മാറി മാറി വരുമല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും കൊള്ളാം. അപ്പോൾ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് അവിടെ പോയി ഉണ്ണാന്നാണ് വിചാരിക്കുന്നത്. ഗ്രീൻ പീസ് കറി അവന് ഇത്ര സമയമാവും. ഇതിപ്പോൾ വിശന്നിട്ട് വയ്യ. ഇഞ്ചി കിട്ടോ? എന്തൊക്കെ? ഒരു കഷ്ണം പട്ട, ഏലക്കായ, പെരിഞ്ജീരക എല്ലാം കൂടിയിട്ടില്ലേ? കറിവേപ്പില ഇടണ്ട? മതി. ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. പട്ടയെന്നാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അല്ലേ എല്ലാം കൂടി ഇട്ടിട്ട്. പച്ചമുളക് എത്ര ഇട്ടമ്മ? നല്ല മണം വരുന്നുണ്ട്. ഇത് മിക്സിയിലടിക്കുമോ അതോ? കേട്ടോ. ഇത് മിക്സിയിലടിക്കുമോ അതോ? അത് ശരി, അങ്ങനെയാണ് ചെയ്യണം അല്ലേ? തക്കാളി ഇട്ടോ. തക്കാളി ഒന്ന് വെന്ത് വരണം. എന്തിട്ട് ഇത് മല്ലിയല്ലേ? ഇത് ആഫ്രിക്കൻ മല്ലിയാ? നമ്മ ഉണ്ടാക്കിയതാ? കുറച്ച് ശകലം വെള്ളം തെളിച്ചാൽ അല്ലെങ്കിൽ ഇത് ഇതാവും. മതി. ഈ മസാല തണുത്തിട്ട് മിക്സിയിൽ അങ്ങോട്ട് അടിച്ചെടുക്കുക. നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. അതിലേക്ക് ഈ അരപ്പങ്ങോട്ട് ചേർക്കുക. ഇതിലേക്ക് കുറച്ച് നാളികേരപ്പാൽ കൂടി ചേർത്താൽ അടിപൊളിയാവും. അപ്പോൾ അമ്മ പാലായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് ഈ നാളികേരപ്പാലും കൂടി ആയിട്ട് ചേർക്കാം. നല്ല മണം വരുന്നുണ്ട്. ദീപ ഒരു ശകലി കയ്യിലേക്ക് ഊതിയിട്ട് വെച്ച മോളെ. ഊതിയിട്ടാ ഓഫ് ചെയ്യട്ടമ്മ. ഊതണേ, നല്ലപോലെ ഊതണേ. വേഗം ആയിക്കോട്ടെ. ചായ തിളച്ചു, പത്തിരിയായി, ഗ്രീൻ പീസ് കറിയായി. ഇനി വേഗം ഇങ്ങോട്ട് കുട്ടിക്കാം. ഒന്ന്, രണ്ട്. നല്ല സോഫ്റ്റ് പത്തിരി കേട്ടോ. മതി. ഇനി വേണമെങ്കിൽ ഞാൻ പറയാം. വാവ്, എന്താ അതിൻ്റെ ഒരു കളറും. അടിപൊളി ഗ്രീൻ പീസ് കറി.
ഒരു രക്ഷയില്ല. തീപ്പ് ടേസ്റ്റ് ചെയ്തില്ലല്ലോ. എങ്ങനെയമ്മ കറി? ഇനി എല്ലാം കൂടി അങ്ങോട്ട് കുഴയ്ക്കാം. ഓ എന്തൊരു ചൂടാ. ഈ കറി ഉണ്ടെങ്കിണ്ടല്ല ഒരു 10 പത്തിരി തന്നെ. അല്ല ദീപോ, പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നമുക്ക് നേരെ ആട്ടുകാലിലുള്ള രുചിയിലേക്ക് പോകാം അല്ലേ? ഈ രുചി റെസ്റ്റോറൻ്റ് അവിടെ ബോട്ടിങ്ങും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൻ്റെ മേലെ നിന്നൊക്കെയുള്ള വ്യൂ അടിപൊളിയാണ്. ഞങ്ങളിപ്പോൾ അതൊന്നും അവിടെ നിന്നും അങ്ങനെ കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഞങ്ങളൊരു ബോട്ടിങ് യാത്ര നടത്താമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ പോയിട്ട് ഊണ് കഴിച്ചിട്ടുണ്ട് പോരുന്നു, അത്ര തന്നെ. ഒരു 10 രൂപ ബാക്കിയുണ്ടല്ലേ ദീപുന്? ഇത്തിരി കറി വെച്ചേ. ചപ്പാത്തി ഉണ്ടോ? 10 രൂപ ഉള്ളപ്പോൾ എന്തിനാ ചപ്പാത്തി? ഈ കൈപ്പത്തിയുടെ മുമ്പിൽ ചപ്പാത്തി വെറും ചപ്പാത്തി പാത്രം. അമ്പാ കലക്കൻ. അമ്മ രാവിലെ ഒരു ചപ്പാത്തി കഴിച്ചു അല്ലേ? ചപ്പാത്തിയുടെ കൂടെ ഈ കറി അടിപൊളിയായിരിക്കും. പക്ഷെ ചപ്പാത്തി ഇപ്പം എനിക്ക് വേണ്ട. കറി നല്ല ഇഷ്ടമായിട്ട് നീ പറഞ്ഞു. ചായ കുറച്ച് ഒഴിച്ചോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് വൈകിട്ടാണ് ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ട് പുറപ്പെട്ടത്. സമയം ഏകദേശം ഒരു 2:30 കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിക ശ്രീനാരായണ കോളേജിൻ്റെ അവിടെ നിന്ന് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് കുറച്ച് കിഴക്കോട്ട് മാറി പുഴയരികിലായിട്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത്. ഗ്രാമാറ്റിക്കലി റെസ്റ്റോറൻ്റ് എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു ചായക്കട നാടൻ ഹോട്ടൽ സെറ്റപ്പാണ്. റോഡ് ചെന്ന് മുട്ടുമ്പോൾ ഇടതുഭാഗത്ത് കാണുന്നതാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ്. ഇവരുടെ കോമ്പൗണ്ടിൽ തന്നെ അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട്. പുഴയിലേക്ക് ഇറങ്ങി ചങ്ങാടം പോലൊരു സെറ്റപ്പിലാണ് ഇവിടെ ഊണ് വിളമ്പണേ. ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ചെമ്മാപ്പള്ളി തൂക്കുപാലം കാണാം. എന്താ ഒരു പ്രകൃതി ഭംഗിയില്ലേ. ഊണിൻ്റെ കൂടെ ഇന്നത്തെ സ്പെഷ്യലായിട്ട് കക്കയുണ്ട്, അയിലുണ്ട്, കൊഴുവുണ്ട്, വാളയുണ്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. ഇരുന്ന പാടെ ഊണ് വിളമ്പി. ഞങ്ങൾ സ്പെഷ്യലായിട്ട് 2 അയിലയും 2 കൊഴുവയും പിന്നെ ഒരു ബീഫ് ഫ്രൈയും പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ ഊണിൻ്റെ കൂടെ ഉള്ളത് ചെറുപയർ തോരൻ, ബീട്രൂട്ട്, ഇരുമ്പാമ്പുളിയുടെ അച്ചാറുമാണ്. എനിക്ക് മീൻ കറി മതിട്ടാ. ഓക്കെ മതിയാ? ആകെത്ര മതിയാ? ഈ ഒരു മീൻ ചാറും ചോറും കൂട്ടി അങ്ങോട്ട് തുടങ്ങി. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ ചാറാണ് ഇവിടുത്തെ.
നല്ലൊരു തണുത്ത കാറ്റുണ്ട് ഇവിടെ. ആ ഒരു കാറ്റും കൊണ്ട് ഇവിടെ ഇരുന്ന് ഈ മീൻചാറും പപ്പടവും ഒക്കെ കൂട്ടിക്കുഴച്ചുണ്ടുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ദീപോ മീൻ കറി സാമ്പാറല്ല അമ്മ മീൻകറി കൂട്ടിയില്ലപ്പോൾ അമ്മ വെജല്ല, പ്യുവർ വെജല്ല, ചെറുപയറുണ്ട്. ചമ്മന്തി നേരത്തെ പറഞ്ഞ കൂട്ടുകറികളുടെ കൂട്ടത്തിൽ ഈ ഒരു ചമ്മന്തി കൂടി ഉണ്ടായിരുന്നു. നല്ല കിടിലൻ ചമ്മന്തിയാണ് ഇവിടുത്തെ. നല്ല ചമ്മന്തി ഉണ്ട് കേട്ടോ. ഇവിടെ എത്ര ഊണ് ചേച്ചി? എത്ര ഊണ്? 55. ചോറൊക്കെ ചുവന്നു. ഫിഷ് വരുന്നുണ്ട്. അയിലെത്തി ആ സ്വല്പം കൂടിട്ടോ. ഓ ഓക്കെ. ദീപു ചോറ് വേണ്ടേ? വരും. അമ്മയ്ക്ക് നോൺ വെജില്ലാത്ത കാരണം കലിപ്പറ്റിരിക്കുന്നു. ആദ്യം കോഴി വലിക്കിടക്കാം. ദീപു കുറച്ച് നാളായി കൊഴുവൊക്കെ കൂട്ടി ചോറുണ്ടിട്ട്. കൊഴുവ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. അങ്ങനെ ദീപു കൊഴുവ സൂപ്പറല്ലേ അല്ലേ? ഒരു പീസ് സവാളയും കൂടി വെച്ചിട്ട് ആ കൊഴുവയും കൂട്ടി ഒരു പിടിയാണ്ട് പിടിച്ചു. ഉഷാറായിട്ടാ. അതുപോലെ ആ ഇരുമ്പാമ്പുളിയുടെ അച്ചാറും. കൊടുങ്ങല്ലൂരുള്ള ഈ കടയ്ക്ക് ശേഷം പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇരുമ്പാമ്പുളി അച്ചാർ കൂട്ടണത്. അതും അടിപൊളിയായിട്ടുണ്ട്. കളിക്കണ്ടായില്ല കൊഴുവായില്ലേ? ഏതാ ഇഷ്ടമായ? സ്വറചേട്ടനെ കുറച്ച് അതിൽ വേണം ബീഫ്. അതിലൊക്കെ 45 രൂപയുള്ളോ? ഊണ് 55 രൂപയ്ക്ക് ഊണ് കിട്ടാൻ ചാൻസ് കുറവാണ്. ഇപ്പം എല്ലായിടത്തും 60 ആക്കിയിട്ടുണ്ട് അല്ലേ സ്വറചേട്ടാ? ഒരു ശകലം മീൻചാറും കൂടി ആയാലേ അതിൻ്റെ ഒരു കോംബോ റെഡിയാവുള്ളൂ. ഓക്കെ മതി. എന്താ ഒരു ബീഫ് ഫ്രൈയുടെ കളർ നോക്കിയല്ലേ? കുറച്ച് ബീഫ് ഫ്രൈ മാത്രം വെച്ച് ചോറും ഡബോള പറഞ്ഞോളോടാ, ഞാൻ എടുക്കണ്ടേ? ബാക്കിയുള്ള ബീഫ് ദീപുവിന് കൊടുത്തു. ഇവിടുത്തെ ബീഫായാലും അയിലായാലും കൊഴുവായാലും എല്ലാം ഗംഭീരമായിട്ടുണ്ട്. ഊണിൻ്റെ കൂടെ കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള ബീഫ് റോസ്റ്റ് പറഞ്ഞാൽ മതിയോന്ന് പിന്നീട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ അത് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. അവസാനം കുറച്ച് ചോറും സാമ്പാറൊക്കെ കഴിക്കാനൊരു ആഗ്രഹം. അങ്ങനെ സാമ്പാറും പിന്നെ കൂടെയുള്ള തോരനും ഒക്കെ കൂടി ചേർത്ത് ഒന്നുകൂടെ ഉണ്ടു. എല്ലാം കഴിഞ്ഞ് കുറച്ച് മോരൂടെ കുടിച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ എൻ്റെ ഒപ്പം പഠിച്ച രോഹിത്താണ് എനിക്ക് ഈ സ്പോട്ട് ആദ്യമായിട്ട് റെക്കമെൻഡ് ചെയ്യണം. അന്ന് മുതൽ വിചാരിക്കുന്നതാണ് ഇവിടെ വന്ന് വീഡിയോ ചെയ്യണമെന്ന്. വളരെ സമാധാനപരമായിട്ട് ഇരുന്ന് നിങ്ങൾക്ക് ഇതുപോലെ കാഴ്ചകളൊക്കെ കണ്ട് ഊണ് കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരാം. നല്ല ഊണും നല്ല ഒരു സ്പോട്ടും. കയറിക്ക പോവാം. തൃപ്രയർ സെൻറ്ററിൽ നിന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് ഏകദേശം 1 കിലോമീറ്റർ ദൂരമുള്ളൂ. എന്തായാലും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. പിന്നെ ഊണ് കൂടാണ്ട് ഇവിടെ രാവിലെ അപ്പവും പുട്ടും ദോശയും അങ്ങനെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസും കിട്ടും. വൈകിട്ടാണെങ്കിൽ നല്ല കപ്പയും ബീഫും അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ട്. ഇത്ര ഈ ഒരു തൂക്കുപാലത്തിൻ്റെ അവിടുന്ന് തൃപ്രയർ അമ്പലത്തിൻ്റെ നടയിലൂടെ തൃപ്രയർ പാലം വരെ ഒരു ബോട്ട് സവാരിയൊക്കെ ഉണ്ട്. വെറും 100 രൂപയെ ഒരാൾക്ക് ചാർജുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ബോട്ട് സവാരി എൻജോയ് ചെയ്യുകയും ചെയ്യാം.
ഞങ്ങളെന്തായാലും ബോട്ട് സവാരിയുടെ വീഡിയോ ഉടനെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരയ്ക്കും ബൈ.